ഇറാനും അനാറും തമ്മിൽ എന്താണ് ബന്ധം? കൗതുകകരമായ ആ കഥ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. മാതളനാരങ്ങ അഥവാ അനാറിന്റെ പേരിൽ ഒരു നഗരം തന്നെയുള്ള രാജ്യമാണ് ഇറാൻ. അനാർ ഇറാനിലെ കെർമാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ്. ഇറാനിൽ മാതളനാരങ്ങയുടെ ജന്മദേശമായി കണക്കാക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ പ്രദേശം. ഈ പ്രദേശത്തെ ഗ്രാമീണ ജീവിതം വളരെ സമ്പന്നവും വൈവിധ്യപൂർണ്ണവുമാണ്. ഇവിടെയുള്ള ജനങ്ങൾ പ്രധാനമായും കൃഷി, കന്നുകാലി വളർത്തൽ, പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മാതളനാരങ്ങ ഇറാനിലെ ഗ്രാമീണ ജീവിതത്തിലും സംസ്കാരത്തിലും എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയതാണെന്ന് നമുക്ക് കൂടുതൽ വിശദമായി നോക്കാം. അനാർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇറാനുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു പഴമാണ് മാതളനാരങ്ങ. ലോകത്തിലെ ഏറ്റവും വലിയ മാതളനാരങ്ങ ഉൽപ്പാദകരിൽ ഒന്നാണ് ഇറാൻ. അനാർ ഉൾപ്പെടുന്ന പല ഗ്രാമീണ പ്രദേശങ്ങളിലും ഇതൊരു പ്രധാന വിളയാണ്. ഇറാനിലെ ഗ്രാമീണർക്ക് മാതളനാരങ്ങ കൃഷി ഒരു ജീവിതമാർഗ്ഗം മാത്രമല്ല, ഒരു പാരമ്പര്യം കൂടിയാണ്. ഇറാനിലെ വരണ്ടതും ഭാഗികമായി വരണ്ടതുമായ കാലാവസ്ഥ മാതളനാരങ്ങ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. തണുപ്പുള്ള ശൈത്യകാലവും ചൂടുള്ള വേനൽക്കാലവും ഇതിന്റെ വളർച്ചയ്ക്ക് സഹായകമാണ്. പല ഗ്രാമീണരും ഇപ്പോഴും പരമ്പരാഗത കൃഷിരീതികൾ അവലംബിക്കുന്നു. കുറഞ്ഞ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് പ്രകൃതി സൗഹൃദപരമായ രീതിയിലാണ് പലയിടത്തും കൃഷി ചെയ്യുന്നത്. വരണ്ട പ്രദേശങ്ങളിൽ ഖനാത്ത് എന്ന കൺസെപ്റ്റുള്ള പുരാതന ജലസേചന സംവിധാനങ്ങൾ മാതളനാരങ്ങ തോട്ടങ്ങൾക്ക് വെള്ളമെത്തിക്കാൻ നിർണായക പങ്ക് വഹിക്കുന്നു. ഇത് ഗ്രാമീണരുടെ ബുദ്ധിപരമായ ജലപരിപാലനത്തെ കാണിക്കുന്നു. ഖനാത്ത് രീതി എന്താണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. സാധാരണയായി ശരത്കാലത്താണ് മാതളനാരങ്ങ വിളവെടുപ്പ് നടക്കുന്നത്. ഈ സമയം ഗ്രാമങ്ങളിൽ ഒരു ഉത്സവ പ്രതീതിയാണ്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന് വിളവെടുപ്പിൽ പങ്കെടുക്കുന്നു. ഇത് സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാക്കുന്ന ഒരു അവസരം കൂടിയാണ്. പലയിടങ്ങളിലും വിളവെടുപ്പ് ഉത്സവങ്ങളും നടക്കാറുണ്ട്. മാതളനാരങ്ങ സമൃദ്ധി, ഫലഭൂയിഷ്ഠത, പുതുജീവൻ, ഐക്യം, അമരത്വം എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അതിന്റെ ചുവന്ന നിറവും നൂറുകണക്കിന് വിത്തുകളും ഈ അർത്ഥങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഇറാനിയൻ വിവാഹങ്ങളിൽ സൊഫ്രെ അഥവാ വിവാഹ പന്തൽ അലങ്കരിക്കാൻ മാതളനാരങ്ങ ഒരു പ്രധാന ഘടകമാണ്. വധൂവരന്മാർക്ക് സമൃദ്ധിയും ഫലഭൂയിഷ്ഠതയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് മാതളനാരങ്ങ വിത്തുകൾ വിതറുന്ന പതിവുണ്ട്. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത ആഘോഷങ്ങളിലൊന്നാണ് യൽദ രാത്രി. ശൈത്യകാലത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഈ രാത്രിയിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് മാതളനാരങ്ങയും തണ്ണിമത്തനും കഴിക്കുന്നു. മാതളനാരങ്ങയുടെ ചുവപ്പ് നിറം സൂര്യന്റെയും പുതുജീവന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പേർഷ്യൻ കവിതകളിലും കലാരൂപങ്ങളിലും മാതളനാരങ്ങയുടെ സാധാരണ രൂപകമാണ്. സൗന്ദര്യം, സ്നേഹം, സമാധാനം എന്നിവയെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു. പുരാതന പേർഷ്യൻ ചിത്രങ്ങളിലും പരമ്പരകളിലും മാതളനാരങ്ങ രൂപങ്ങൾ കാണാം. പെർസപ്പോളിസിലെ പുരാതന കൊത്തുമണികളിൽ പേർഷ്യൻ രാജാക്കന്മാർ മാതളനാരങ്ങ പിടിച്ചു വിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. ഇത് രാജകീയതയുടെയും ദൈവിക അനുഗ്രഹത്തിന്റെയും പ്രതീകമായി കണക്കാക്കുന്നു. മാതളനാരങ്ങ ഗ്രാമീണരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഉപയോഗങ്ങൾ വൈവിധ്യപൂർണ്ണവുമാണ്. ഇറാനിയൻ പാചകരീതിയിലെ ഏറ്റവും പ്രശസ്തമായ വിഭവങ്ങളിൽ ഒന്നാണ് ഫെസൻജാൻ. മാതളനാരങ്ങ സിറപ്പും വാൽനട്ടും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരുതരം സ്റ്റൂ ആണിത്. ഗ്രാമീണ ഭവനങ്ങളിൽ ഇത് സാധാരണയായി ഉണ്ടാക്കുന്നു. പിന്നെ മാതളനാരങ്ങ നീര് കുറുക്കി സിറപ്പ് ഉണ്ടാക്കുന്നു. ഇത് വിവിധ വിഭവങ്ങളിൽ പുളിരസം നൽകാൻ ഉപയോഗിക്കുന്നു. കട്ടിയുള്ള മാതളനാരങ്ങ പൾപ്പ് ഉണക്കി ലവാശക്ക് അഥവാ പഴം കൊണ്ടുള്ള റോൾ അല്ലെങ്കിൽ ഫ്രൂട്ട് ലെതർ ഉണ്ടാക്കാറുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. പുതിയ മാതളനാരങ്ങ വിത്തുകൾ സാലഡുകളിലും ചോറ് വിഭവങ്ങളിലും അലങ്കാരമായി ഉപയോഗിക്കുന്നു. മാതളനാരങ്ങയ്ക്ക് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് ഇറാനിയൻ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. ദഹന പ്രശ്നങ്ങൾ, ഹൃദ്രോഗ്യം, രക്തക്കുറവ് എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ചില ഇറാനിയൻ കഥകളിലും മതഗ്രന്ഥങ്ങളിലും മാതളനാരങ്ങയെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഫലമായിട്ടും കണക്കാക്കുന്നു. ഇത് വിശുദ്ധവും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഒന്നായി വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ മാതളനാരങ്ങ ഇറാനിലെ ഗ്രാമീണ ജീവിതത്തിൽ ഒരു പഴം എന്നതിലുപരി അവരുടെ സംസ്കാരം, ആരോഗ്യം, ആഹാരം, സാമ്പത്തിക നില എന്നിവയുമായി അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ പഴം അവരുടെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു ജീവിക്കുന്ന പ്രതീകമാണ്.